തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ കഴിയുന്നുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് വ്യാപകമായി ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനപരമായ പ്രവർത്തനങ്ങൾ, ജനസേവന യജ്ഞങ്ങൾ എന്ന് പറയേണ്ട ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി 1967 തോന്നുന്നു മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഒന്നാമതായിട്ട് അമുസ്ലിം നേതാക്കളെ, ബുദ്ധിജീവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സിംപോസിയം നടക്കുന്നത്. ഭാസ്കര പണിക്കരും എൻ വി കൃഷ്ണവാര്യരും. അന്നൊക്കെ അതിനെ പരിഹസിക്കുന്ന ആളുകളിപ്പോൾ എന്താ കഥ? അതാണ് എല്ലാം ജമാഅത്തെ ഇസ്ലാമി പറയുന്നിടത്തേക്ക് അവർ വരും. ഒരു സംശയവുമില്ല. അതിൻ്റെ പട്ടിക നിരത്തിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും ജമാഅത്തിന് വലിയ വേജാറോ പരിഭ്രമോ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ദാവൂദ് അതിവിടെ കുറേയൊക്കെ സൂചിപ്പിച്ചു. മുസ്ലിങ്ങളിൽ തന്നെയുള്ള നവോത്ഥാനമാണ് ഞങ്ങളുടെ ദൗത്യമെന്ന് പറയുന്ന ഈ മുജാഹിദ് സുഹൃത്തുക്കൾ, രാഷ്ട്രാന്തരീയ തലത്തിൽ അവർ സെലഫികൾ, ആ ആളുകൾ ഇവിടെ ഇതിന് കക്ഷി ചേർന്നിട്ട് അവർക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ ഇതൊക്കെ പറയും അവർക്ക് നെഗറ്റീവ് രാഷ്ട്രീയമുണ്ട്. ഞാൻ എന്നും പറയാറുണ്ട്, രാഷ്ട്രീയം ഉള്ളത് പോസിറ്റീവാണ്, ഇല്ലാത്തത് നെഗറ്റീവ് രാഷ്ട്രീയം എന്നും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ത് രാഷ്ട്രീയം പറയും അത് എതിർക്കുക, അത് രാഷ്ട്രീയല്ലേ? അതെങ്ങനെ ദീനാവുക? ജമാഅത്തെ ഇസ്ലാമി എന്ത് പറഞ്ഞാലും അത് എതിർക്കും, പ്രമേയം പാസ്സാക്കും. അപ്പം അത് രാഷ്ട്രീയം അവർക്കുണ്ട്. അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള ചോദ്യം വേറെ, രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അത് സെക്യുലറിസത്തെ, ഡെമോക്രസിക്കൊക്കെ ജമാഅത്തെ ഇസ്ലാമി എതിരാണെന്ന് തന്നെ പറയാം. നിസ്കാരത്തിന് നോമ്പിനൊക്കെ ജമാഅത്തെ ഇസ്ലാമി എതിരാണെന്ന് പോലും പറയില്ലല്ലോ. മതമാണെങ്കിൽ പ്രശ്നമെങ്കിൽ നിസ്കാരത്തിൽ, നോമ്പിൽ, ഹജ്ജിൽ, സക്കാത്തിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് തെറ്റുപറ്റിയെന്ന് പറയണം. അവരുണ്ടോ? ജമാഅത്ത് സുന്നികളെ പറ്റി പറയുന്ന പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായി അവർക്ക് അഭിപ്രായമില്ല. ജമാഅത്തിനെ പറ്റി അങ്ങനെ ഒരു കേസ് അവർക്കില്ല. കയറി വന്നാൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ പറയൂ. അപ്പോൾ അതൊന്നുമില്ലാതെ അവർ പിന്നെ ജമാഅത്തിനെ പറ്റി പറയുന്നത് എന്താ? ഇതാ, അതായത് തികച്ചും രാഷ്ട്രീയം, ജാതിപത്യത്തെ, മതേതരത്വത്തെ അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നൊക്കെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറയുന്ന ഈ പ്രസ്ഥാനത്തെ രാഷ്ട്രാന്തരീയ തലത്തിൽ ഒന്നാമതായിട്ട് ഭീകര പട്ടികയിൽ എല്ലാവരും ജമാഅത്ത് ഇസ്ലാമിയല്ല, മറ്റ് അമേരിക്കയും അതിൻ്റെ സിബന്ധികളും പെടുത്തിയിരിക്കുന്നത് ഇവരുടെ പ്രസ്ഥാനത്തെയാണ്, സെലഫി പ്രസ്ഥാനത്തെയാണ്. നിൽക്കണം പ്രവീൺ സ്വാമി ഇന്ദുവിൽ എഴുതുന്ന നിരന്തരമായ റിപ്പോർട്ടുകളിൽ ഒരുപാടുണ്ട്, ഞാനത് ഉദ്ധരിക്കില്ല. അപ്പം അതിലൊക്കെ വരുന്നത് വഹാബി പ്രസ്ഥാനം, സെലഫി പ്രസ്ഥാനമാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ്. അത് ശരിയല്ല മുഴുവനുമായി, എന്നാൽ ശരിയുടെ അംശം അതിലുണ്ട്. അവിടെ ഞാൻ കാര്യം പറയും, ഒരു ശരിയുടെ അംശം അതിനകത്തുണ്ട്. അതെന്താണ്? ഈ സെലഫി ധാരയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തീവ്രവാദികൾ രംഗത്ത് വന്നു. സൗദി അറേബ്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഏകാധിപത്യ രാജവാഴ്ച നടക്കുന്നതുകൊണ്ട് അത് വേണ്ടത്ര ഇസ്ലാമികമായ പാതയിൽ നിന്ന് വ്യതിചരിച്ച് മറ്റ് ദിശയിൽ നീങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സെലഫികളായ ഒരു തീവ്രവാദി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അവർക്ക് ഇഖ്വാൻ എന്നാണ് പറയുന്നത്. ഈ സാധാരണ ഇഖ്വാനുൽ മുസ്ലിം നമ്മൾ കേട്ടതല്ല, അവർ സ്വയം സ്വീകരിച്ച മറ്റൊരു പേരാണ് ഇഖ്വാൻ. അവരാരാണ്? 979 നവംബർ 20 കൃത്യമായി 979 നവംബർ 20 1400 ഹിജറി വർഷം മുഹറത്തിൽ 1 എന്ന് പറയാം, മസ്ജിദുൽ ഹറാം പിടിച്ചടക്കിയ കൂട്ടരാണ്, ജുഹൈമാന്റെ കൂട്ടരാണ്. അവരുടെ പരാതി തന്നെ ഇതാണ്: ശുദ്ധ ഇസ്ലാമിക പാതയിൽ നിന്ന് ഈ സൗദി ഭരണകൂടം വ്യതിചരിച്ചിരിക്കുന്നു. അതിനെതിരെ പണ്ഡിതന്മാർ പോലും ഒന്നും അനങ്ങുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഭരണം പിടിച്ചെടുക്കുക ഒരു ദീനീ സ്വഭാവമായിരിക്കുമല്ലോ അവർക്ക് എല്ലാതുമുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദി വന്നിരിക്കുന്നു. കഹ്താനി, അബ്ദുള്ള കഹ്താനിയാണ് മഹ്ദി. അയാളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അന്ന് അവർ മസ്ജിദുൽ ഹറാം പിടിച്ചത്. ഇത് 100% തെറ്റ്. പക്ഷേ വാദം വരുന്നത് എവിടുന്നാണ്? ഈ വാദം 100% സെലഫി വാദത്തിൽ നിന്നുണ്ടായത്. അതിൽ നിന്നാണ് ഇപ്പോഴും സൗദി അറേബ്യയിൽ വേട്ടയാടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾ ഒരു വിഭാഗം. ലോകാടിസ്ഥാനത്തിലും ഉസാമ ബിൻ ലാദൻ ആരാ? സെലഫിയാണ്. ലഷ്കർ-എ-തൊയ്ബ എന്താണ്? സെലഫി സംഘടനയാണ്.
അപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ സംഘടനകളുടെയും നാരായ പേര്, അല്ലാതെ പ്രഭവ കേന്ദ്രം എന്താണ്? സെലഫിസമാണ്. ആ സെലഫിസത്തെയാണ് കേരളത്തിലെ സെലഫികൾ പിന്താങ്ങുന്നൊന്നും ഞാൻ പറയില്ല, വസ്തുതയില്ലാതെ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഇതിനെ അവർ വേണ്ടത്ര തള്ളിപ്പറയുന്നുണ്ടോ? അതാണ് അറിയുന്നത്. വളരെ പച്ചയായി പറഞ്ഞാൽ സൗദി അറേബ്യയിലെ പ്രശ്നങ്ങളുടെ നേരെ എന്താണ് ഇവർ സ്വീകരിച്ച നിലപാട്? അതിലേക്ക് പോവാതെ ചിത്തത്തിൽ ഒന്നുമില്ലാത്ത ഒരു തരം തീവ്രവാദവും ഭീകരതയും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല തികച്ചും അതിനെതിരായ മൗദൂദിയെപ്പറ്റി നേരത്തെ ഇവിടെ ഉദ്ധരിച്ചു, ആ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിൽ കയറ്റുകയും മറ്റേ ഭാഗത്ത് മൗനമോ അല്ലെങ്കിൽ പ്രതിരോധമോ തീർക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പ്രബോധകയെന്ന് അന്വേഷിച്ചു പോയാൽ സത്യത്തിൽ തന്നെ എത്തുന്നത് നിലവിലുള്ള ഭീകരവാദത്തിൽ ഒരു വലിയ പങ്ക് ഈ സലഫി തീവ്രവാദത്തിനുണ്ട് എന്നുള്ളതാണ്. അത് ഉണ്ടാവുകയും ചെയ്യും. കാരണം എന്താണ്? വളരെ നിസ്സാരമായ പ്രശ്നങ്ങളെ വലുതാക്കി മുസ്ലിം സമുദായത്തിൽ ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നബിയുടെ സുന്നത്തല്ലേ എന്നും പറഞ്ഞ ന്യായത്തിൽ അത് തന്നെ ഓരോരുത്തരുടെ വ്യാഖ്യാനം അനുസരിച്ച് അങ്ങനെ ശക്തമായ ഒരുതരം വിഭാഗീയത സൃഷ്ടിക്കുന്നു. അത് എവിടത്തെന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾ നിലമ്പൂരിൽ എവിടെ കുറേ ഏക്കർ സ്ഥലം വാങ്ങി അവിടെ പോയി ആടിനെ മേച്ച് അതാണ് നബി ചെയ്തത്, അതുപോലെ അറബി കുപ്പായം ധരിച്ച് ജീവിക്കുന്നു കേട്ടു. പോയി നോക്കേണ്ടതാണ്. ഇനി ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചാലേ അത് പൂർത്തിയാവുള്ളൂവെങ്കിൽ അത് ഇനി യമനിലേക്ക് ഹിജറ പോകുന്നു, ഞാൻ കേട്ടതേ, യമനിലേക്ക് ഹിജറ പോകുന്നു എന്നും കിട്ടാൻ എന്താ കാര്യം എന്ന് പറയും. അല്ല ഈമാൻ യമാനി വല്ലിക്കുമ്പത്ത് യമാനി, ഈമാൻ എന്ന് പറഞ്ഞാൽ യമനികൾക്കാണ് എന്ന് നബി പറഞ്ഞവരെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാൽ, അതുകൊണ്ട് ഈമാൻ കിട്ടണമെങ്കിൽ യമനിൽ പോകണമെന്നാണ്. ഇപ്പം ചെന്നാൽ തലയായിട്ട് മടങ്ങൂല എന്നുള്ളത് വേറെ കാര്യമാണ്. യമനിൽ ആഭ്യന്തരമായ കുഴപ്പവും ആകെ ബഹളമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതുപോലെ അക്ഷരങ്ങളെ വ്യാഖ്യാനിക്കാൻ, അക്ഷരങ്ങളെ അങ്ങനെ തന്നെ കണക്കിലെടുത്ത് അത് സാഹചര്യമോ അർത്ഥതലങ്ങളോ ദാർശനികമോ ഒന്നും ഈ പ്രശ്നമില്ലാതെ അങ്ങോട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഓരോരുത്തരും ഓരോ വഴിയാണ്, നിത്യേന വഴിയെന്ന് വാക്ക് ഉപയോഗിക്കില്ല, ഇൽഹാമാണ്, അതാണത്, അതാണ്. എന്നിട്ട് അങ്ങനെ അടിച്ചു വിടുകയാണ്. ഇത് അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിൻ്റെ ഗതി എന്താവുമെന്ന് അതിൻ്റെ ആളുകൾ ആലോചിക്കേണ്ടതാണ്, സംശയമാണ്. പിന്നെ എന്താ വെച്ചാൽ അവർക്കും സമാധാനമുണ്ട്, ഇനി ഭൂമിയിൽ ആരും രക്ഷക്കെത്തിയില്ലെങ്കിൽ ജിന്നുകൾ വന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്ന്. ശരിയാണ്. അത് പിന്നെ ഒരാൾക്ക് സ്വപ്നം കാണാനുള്ള അവകാശം നമ്മൾ നിഷേധിക്കേണ്ടതില്ല. ഈ അടിയന്തര സഹായം ആവശ്യമായി വരുമ്പോൾ ജിന്നുകളെ വിളിച്ചാൽ മതിയെങ്കിൽ സഹായം. പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലൊന്നും ജിന്നുകൾ ഉണ്ടാവില്ല, അതല്ല വലിയ കുഴപ്പം. സെൻസസ് എടുക്കുമ്പോൾ ഇപ്പോൾ സെൻസസ് തുടങ്ങി, അതിലൊന്നും ജിന്നുകൾ പട്ടികയിൽ കാണില്ല. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നം സമീപിക്കേണ്ടതായിരുന്നു. സർവോപരി എനിക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗ് ഇത്തരം ആളുകളുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നു എന്ന് തോന്നലല്ല. അങ്ങനെ ഇടവരുത്തുന്ന സന്ദർഭങ്ങൾ അതൊന്ന് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂടി സമുദായ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് വിഭാഗീയത പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി, അത് ഉദ്ദേശം ഉണ്ടാകുന്ന ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെ പരോക്ഷമായി സംഭവിക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗിലെ ബുദ്ധിയുള്ള വേഗമതികളായ അതിന് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു നോർമൽ തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷിച്ചു. സമുദായം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭം ഇസ്ലാമിൻ്റെ നേരെ ഇന്ന് നടത്തുന്ന ആക്രമണം ഒന്നും തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേരെയുള്ള ആക്രമണമല്ല. ഈ സെക്യുലറിസ്റ്റുകൾ നടത്തുന്നത് ഇസ്ലാമിനെ നേരെ നടത്തുന്ന ആക്രമണമാണ്. പക്ഷെ അത് ഇസ്ലാമിനെ നേരെ എന്ന ആക്രമണത്തെപ്പറ്റി നടത്തുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നത് അവർക്ക് നഷ്ടം ചെയ്യും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ഉദാഹരണം പറയാം. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഇത് നിർത്തി. കുറച്ചു കാലമായിട്ട് വിവാദമുള്ള വിഷയം, മുർത്തദ്ദിനെ കൊല്ലണം എന്ന് ആര് പറഞ്ഞു? മൗദൂദി പറഞ്ഞു. മുർത്തദ്ദിൻ്റെ ശിക്ഷ ഏത് സാഹചര്യത്തിൽ ആർക്കെതിരെ എന്നൊക്കെ വിശദമായി ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ലഘുലേഖ എഴുതിയതാണ് മൗദൂദി ആകെ ചെയ്തത്. ഇസ്ലാമിലെ 4 മദ്ഹബുകളും ഷാഫി, ഹനഫി, ഹംബലി, മാലികി, സലഫി മദ്ഹബും 5. ഈ 5 മദ്ഹബുകാർക്കും യുദ്ധത്തിൻ്റെ കാര്യത്തിൽ മുർത്തദ്ദികളെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മൗദൂദി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അത് പറയില്ല. പക്ഷേ അത് പറഞ്ഞാൽ അവിടെ പിന്നെ ഇസ്ലാമിൻ്റെ നേരെ ഇത് നൂട്ടും. അപ്പോൾ മൗദൂദിയുടെ ചെലവിലാണ് അക്കാര്യം നടത്തുന്നത്.
അതേ അവസരത്തിൽ അത് വ്യക്തികളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പരിപാടി, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ഒരു നിയമവും ഒരു ശരീരത്തും ഒന്നുമല്ലാതെ എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിര്യാതനായി എന്ന വിവരം കിട്ടിയപ്പോൾ തന്നെ ഒരു വിഭാഗം ഒരു ഗോത്രവർഗങ്ങൾ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് പോയി, അതാക്കി പോകുന്നു പ്രഖ്യാപിച്ചപ്പോൾ രാജ്യമാകെ തകരാൻ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതായ ഇസ്ലാമിക സ്റ്റേറ്റ് അതിൻ്റെ മുള്ളയിലെ നശിക്കാൻ പോകുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബും കൂടി ചെയ്ത ചരിത്രപ്രധാനമായ ഒരു ഓപ്പറേഷനാണ്. ഇവർ പറയുന്ന പോലെ ചിന്താസ്വാതന്ത്ര്യത്തിലെ പ്രശ്നം പറഞ്ഞാൽ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇസ്ലാം എന്ന് അങ്ങനെ ലോകത്ത് പിന്നൊന്നും ഉണ്ടാവില്ല, ഇസ്ലാമിനെ പറയേണ്ടതില്ല. പക്ഷെ അവരെ ആഗ്രഹം അതാണ്, ഉള്ളിലൂടെ അതുണ്ടാവരുതായിരുന്നു, ഉണ്ടായിപ്പോയി. ഉണ്ടായ ശേഷം പിന്നെ അതിൻ്റെ മുഴുവൻ കുറ്റാരോപണവും അതിൻ്റെ കുന്തമുന ജമാഅത്ത് ഇസ്ലാമിയുടെയും മൗദൂദിയുടെയും പേരിൽ വെച്ച് കിട്ടുകയാണ്. അപ്പോൾ അത് വിശദമായ ചർച്ച. ഞാൻ പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു വിഷയത്തെ അതാണെന്ന് പറയാനുള്ള ധൈര്യം ഇവർ കാണിക്കണം, എന്നിട്ട് എതിർക്കട്ടെ. ഞങ്ങൾ അതിനോട് യോജിക്കുന്നത് പറയണം. അതല്ലാതെ അതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ വെച്ച് കെട്ടിയിട്ട് പിന്നെ അതിനെ നേരെയാണ് ആക്രമണം എന്ന് വരുത്തുന്നത്. ഭീരുത്വമാണ്, വഞ്ചനയാണ്, എല്ലാം. ഖുർആനിലും സുന്നത്തിലുമില്ലാത്ത ഏതെങ്കിലും ഒരു വാദഗതി ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട് എന്ന് അല്ലെങ്കിൽ മൗദൂദിക്ക് ഉണ്ട് എന്ന് ഇവർ തെളിയിക്കുന്നില്ല. അതിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ശരിയായ പശ്ചാത്തലവും അതിൻ്റെ വ്യാഖ്യാനവും, ആരോഗ്യകരമായ അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൃതിയിട്ടുള്ളത്. അത് അംഗീകരിക്കാതെ മറ്റു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് അവർക്ക് താല്പര്യങ്ങൾക്ക് ഉതകും, പക്ഷേ അതൊരിക്കലും ഇസ്ലാമിന് ചെയ്യുന്ന സേവനമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷയത്തിൻ്റെ വിശദമായ മറ്റു വശങ്ങളിലേക്ക് സ്വാഭാവികമായും ടി കെ അബ്ദുൽ സാഹിബ് പ്രവേശിക്കുമെന്നതുകൊണ്ടും എനിക്ക് അടിയന്തരമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ടും ഞാൻ നിങ്ങളോട് ഇവിടെ വാങ്ങുന്നു. വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.